ഇന്നിതാ നമ്മുടെ നെല്ലർച്ചാലിൽ വന്നാട്ടോ ചെറിയൊരു ക്യാമ്പിങ്. വേണ്ടപ്പെട്ട പ്രമുഖന്മാരൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ, നമ്മൾ സ്ഥിരമായിട്ട് കിട്ടൂല. പല തവണ നമ്മൾ നോക്കിയിട്ടൊക്കെ ആള് ബിസിയാണ്. ഇന്നിപ്പോൾ ഒഴിവുള്ള നോക്കിയിട്ട് ഞങ്ങള് നമ്മുടെ അഷിംബ്രോക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൻ വേണ്ടിട്ട് നല്ല മുക്കിയതാ. അശ്വിൻ ഇതൊക്കെ നമ്മളെ ബാസി കേട്ടോ ചായ ചെന്നത്. ഓൻ പണ്ടേ കത്തിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇത് നമ്മളെ മിസ്റ്റർ ഡോക്ടർ സുഹാസ് ആണ്. നേവിന്റെ മെയിൻ മുദീറായ മിസ്റ്റർ ജിതേഷ് ആണ്. ഇത് നമ്മളെ പ്രവിത്തോയാണ്. പ്രവിത്തോയിന്റെ മെയിൻ പരിപാടി പറഞ്ഞത് ക്ലാസ് കഴിയുക, ക്ലാസ്സിന്റെ പരിപാടി. രാവിലെ അങ്ങ് കുറ്റ്യാടിയിൽ നിന്ന് വന്ന ടീമാണിത്. ഇപ്പോഴാണ് എത്തുന്നത്. അപ്പോൾ നമ്മളിതാ ഒരിതൊക്കെ സെറ്റാക്കി കേട്ടോ. ചെറിയൊരു ഊഞ്ഞാലുണ്ട്. ആയ കാലത്ത് ഊഞ്ഞാലാടിയില്ല. ഇപ്പൊ വയസ്സാം കാലത്ത് മുപ്പര് ഊഞ്ഞാലാടുന്നത്. പിന്നെ സുഹാസ് നമ്മളെ ചായപ്പൊടി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. ഇത് ചായ പ്രത്യേക ടൈപ്പ് ചായപ്പൊടി. അതെന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതുണ്ടോ? ഇത് പറഞ്ഞാൽ ചായ വസിയ എന്ന് പറഞ്ഞ സാധനമാണ്. നമ്മളെ യമന്റെ അടിപൊളി സാധനം അത്. അങ്ങോട്ട് കണ്ടല്ലേ ഇവനൊന്നും മുകളിലുണ്ടായ താഴത്തൊക്കെ അവൻ ഇറങ്ങൂല. ഇതാണ് നമ്മൾ അടുത്തൊരു താരം. മൂപ്പര് കുറച്ച് ലേറ്റ് ആയി പോയതാ. എസ്പെഷ്യലി ജിതേഷ് ചേട്ടൻ. പിന്നെ നമ്മൾക്ക് ഒരു കാലത്തും കിട്ടാത്തൊരു പ്രമുഖ വ്യക്തിയാണ് റൌഫ്. ചെയ്തിട്ടുണ്ടെങ്കിലും റൌഫിന് ആകെ എനിക്ക് 2 തവണയാണ്. ഞാൻ ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ട്. 2 തവണയാണ് പുള്ളിയെങ്കിൽ ഒരു കക്കാടംപോൾ ട്രിപ്പും പിന്നെ ഇന്നത്തെ ട്രിപ്പാണ് കിട്ടിയത്. പിന്നെ ജിൻഡോ ആയാലും നമ്മുടെ ശ്രീനാഥ് ഒരു പ്രത്യേക ഒരു സർക്കിൾ തന്നെയാണ്. നമ്മൾ കേരള ഓഫ് റോഡേഴ്സിന്റെ ബാനറിലാണെങ്കിലും കൂടെ നമ്മൾ ഒരു കുടുംബം പോലെയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നതും ആവുന്നതും. ഇന്നിപ്പോൾ അവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കുന്നതും. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട അശ്വിനാണ്. അശ്വിൻ ഇങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ട് വീട്ടിലിരിക്കുക. ഇപ്പൊ പുള്ളി ഷോക്കാണ്. എങ്കിലും കൂടെ നമ്മൾ എന്തായാലും ഒന്നര പുള്ളി വരില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞാനും അവനെ പൊക്കുന്നത് പറഞ്ഞു. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ എടുത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു അശ്വിനെ. അപ്പോ അശ്വിൻ വന്നതിലും നമുക്ക് ഒരുപാട് സന്തോഷം.